ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷനാണ്. ഇന്നലെ 2 സോങ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നൊരു ലിറിക്കൽ വീഡിയോ, അതായത് ഐ ആം ഗെയിമിന്റെ ലിറിക്കൽ വീഡിയോ. പിന്നെ ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ സെക്കൻഡ് സോങ്. വീഡിയോ സോങ് എപ്പടി ഇருக்கு? അടിപൊളിയുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്നുള്ള ചോദ്യം ഇല്ല. രണ്ടിനെ കുറിച്ചും ഞങ്ങൾ 2 അഭിപ്രായം പറയാം. ഓരോന്നിനെ കുറിച്ച് എന്ത് തോന്നി അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ ഇത് മികച്ചതൊന്നും രണ്ടിനെ കുറിച്ചും രണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമായി. ബത്ലഹേം കുടുംബ യൂണിറ്റ് നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോ അതാണ് വീഡിയോ ഞാൻ എടുത്തു പറയാൻ കാരണം ആ വീഡിയോ നമ്മളെപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്ന നിവിൻ പോളി സിനിമകളില്ലേ, അതിൻ്റെ ഒരു അതേ ടൈപ്പ് മേക്കിങ്ങും ആ ഒരു വൈബും അതിൻ്റെ ഒരു രസങ്ങളും അതൊക്കെ ആ വീഡിയോയിലുണ്ട്. അതായത് ഗിരീഷ് ഷേഡിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. അതെ, ഗിരീഷ് ഷേഡിയിൽ വിശ്വസിക്കാമെന്ന് ഈ ഒരൊറ്റ സോങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഇത് ഷുവർ ഷോട്ടാ, അടിക്കും എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ വീഡിയോ സോങ്. ഇതിനിപ്പോ എനിക്കിത് കണ്ടെങ്കിൽ തോന്നി ഇതിപ്പോ കൂടുതൽ ഇവര് ഇതിന് അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ഇതിന് ഹൈപ്പില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സിനിമ തിയേറ്ററിൽ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു പോക്കുണ്ടാവും. അത് അങ്ങനെയാണ് അതിന്റെ മേക്കിംഗ്. അതായത് മലയാളികൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ലേ, ആ സംഭവങ്ങളാണ്. അതായത് ഇതിൽ ഓരോ സീനുകളും ഇപ്പോൾ കുറേ മൊമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ സോങ്ങാണ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ ഓരോന്നും വർക്കാവുന്നുണ്ട്, അതാണ് കണക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് ചിരിക്കാനും അല്ലെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ചിരി എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് ചിരിക്കാനല്ല, ഒരു ചെറുപുഞ്ചിരി, അതോടെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്ന രീതി. അടിപൊളി. എന്താണെങ്കിൽ സോങ് നല്ല രസമുണ്ട്, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. വിഷ്ണു വിജയ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കപിലിനാണ് പാടിയിരിക്കുന്നത്. ലിറിക്സ് സുഹൈൻ കോയ. ഇവർ 3 പേരാണ്. വരികളും രസമുണ്ട്. ഇത് ആ ഒരു മൂഡിൽ ആ ഒരു സോങ്ങും പിന്നെ വീഡിയോയിലുള്ള കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള രീതിയിലാണ്. സീനുകളൊക്കെ ഭയങ്കര രസമാണ്. അതായത് ഇവരുടെ ആ ഒരു ഗ്രൂപ്പ് തന്നെ ഭയങ്കര രസമുണ്ട്. ഇതിന് പ്രത്യേകം എന്താ പറയുക, നിവിൻ പോളിന്റെ ക്യാരക്ടർ കുറച്ച് ഏജുള്ള ക്യാരക്ടർ, പ്രത്യേകിച്ച് ആളേക്കാൾ കൂടുതൽ ഏജുള്ള ആൾക്കാരെ കൂടെ നടക്കുന്ന ഒരാൾ. ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഏജാന്നല്ല, കുറഞ്ഞ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, കൂടിയ ആൾക്കാരുണ്ട്, എല്ലാവരുടെ കൂടി നടക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ മമിത ബൈജു, ഇതിലെന്തായാലും ഇവരുടെ പ്രണയം തന്നെയാണ്. മമിത ബൈജു ചെയ്യുന്ന കഥാപാത്രം ആളേക്കാൾ എത്രയോ പ്രായം കുറവുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത് ഒരു സർക്കിളിൽ കുറച്ച് വീടുകൾ, അവർ തമ്മിലുള്ള കുറച്ച് അതാണ് ആ ഒരു പേര്, സിനിമയുടെ പേര് പോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ്, ഒരു കുടുംബ യൂണിറ്റ്, അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളും അതിന്റെ രസകരമായ സംഭവങ്ങളും ഒക്കെയാണ്. ഇപ്പൊ സംഗീത് പ്രതാപ് ഉണ്ട്, നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ ഉണ്ട്. ഇവരൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല അടിപൊളി ക്യാരക്ടേഴ്സാ. ഇതൊക്കെ സിനിമ വരുമ്പോ ഇത് വർക്കാവും എന്നുള്ളതാണ് ഈ സോങ്ങിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഗംഭീരമാവട്ടെ, സിനിമ അടിപൊളിയാവട്ടെ. ഓഗസ്റ്റ് 21 സിനിമ റിലീസിനെത്തുകയാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു പടമാകട്ടെ. ഭാവന സ്റ്റുഡിയോ നിർമ്മിക്കുന്നത്. അതായത് ഇവിടെ ശരിക്കും കയറി വരേണ്ടത് പ്രേമലു 2 ആയിരുന്നു. അതെ, അതാണ് അവിടെ ഡ്രോപ്പ് ആയിപ്പോയി. എന്താണെങ്കിലും അതുകൊണ്ട് നിവിൻ പോളിക്ക് അടുത്തൊരു ഹിറ്റ് കിട്ടട്ടെ. എന്തായാലും നമ്മള് കുറച്ച് ഭാഗങ്ങൾ ഇതിൽ നിന്ന് കട്ടെടുത്തിട്ടുണ്ട്. കട്ടെടുത്തു, കട്ട് ചെയ്തു. ഇതൊക്കെ കണക്ക് തന്നെയാ, രണ്ടും ഒന്ന് തന്നെയാ. ഓക്കെ, അപ്പോൾ അതൊന്ന് കാണാം. ഓക്കെ, കട്ടെടുത്തിനുള്ള കിട്ടുമോ? മേലാവും പറഞ്ഞിട്ട് എന്റെ മെക്കെട്ടങ്ങനെ കേറി. ഓ, ഇതൊരു ഭയങ്കര സീനാട്ടോ. ആ ബസിന്റെ പേര് നോക്കിയോ? മാതാ ജെറ്റ്. യെസ്, ഏതാ? ഒറ്റ ഷോട്ട്. എടാ, 9 മണിക്ക് സ്റ്റാൻഡിൽ കയറാനാണ്, ഒന്ന് മാറാൻ പറ. ഷോട്ട് എടുത്ത് സ്റ്റാൻഡിൽ പോയാൽ നീ വെയിറ്റ് ചെയ്തേ. ഒന്ന് പോടാ, വൈകിടാണത്. ചുമ്മാ ഓരോ നിങ്ങളെ പറഞ്ഞു. ഇത് കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അതായത് ചെറിയ യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. മറ്റേ
അതായത് ആ ബസ്സാണല്ലോ അവിടെ തടഞ്ഞു നിർത്തിയിട്ട്. അപ്പോൾ മേ ബി അന്ന് അതായത് തണ്ണീർമത്തൻ ദിനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തിയതും ചിലപ്പോൾ ഈ ക്യാരക്ടറായിരിക്കാം. അതായത് നാട്ടുകാർ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് സഹായിച്ചാലാണല്ലോ അതൊക്കെ നടക്കുക. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ ആക്കാലോ, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അന്ന് പിന്നെ ആ കഥാപാത്രമായിരുന്നു ആ ബസ്. അതെ, ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം, നൈസ് സാധനം കേട്ടോ. അടുത്തത് ഐ ആം ഗേ. മഴവില്ലായവൾ. മഴവില്ലായവളെ അല്ല, മഴവില്ലായി എന്നാണ് പറയുന്നത്. അതെന്റെ മുന്നിൽ അവൾ മഴവില്ലായി, ആ ഒരർത്ഥത്തിൽ വരുന്ന വരിയാണ്. ഓക്കെ, മനോഹരമായ സോങ്, അടിപൊളിയായിരുന്നു കേട്ടോ പാട്ട്, മ്യൂസിക് ജെക്സി ജോയ്. പിന്നെ അപ്പൊ അതിനകത്ത് പിന്നെ മ്യൂസിക് നമുക്ക് അളക്കേണ്ട ആവശ്യമില്ലല്ലോ. ജെക്സി ജോയ് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുകയാണ്, ഇടക്കിടക്ക് വരും, ഓരോന്ന് കിട്ടും, കിടുക്കിച്ചിട്ട് പോകും, കിടുക്കാച്ചിയാക്കി വെച്ചിട്ട് പോകും. ചില സമയത്ത് കത്തിക്കും, ചില സമയത്ത് നമ്മളിങ്ങനെ മെൽറ്റ് വിടും. ആ പരിപാടി. എന്താണെങ്കിലും സിംഗർ അർമാൻ മാലിക്. അർമാൻ മാലിക് ആണ് സിംഗർ. അതെ, അറിയാലോ, ഫേമസ് ആണ്. പിന്നെന്താ. ഓക്കെ, എന്തായാലും ലിറിക്സ് ഷറഫുമാണ്. ഈ സോങ് വളരെ മനോഹരമായിട്ടുള്ള സോങ്ങാണ്. നല്ല മ്യൂസിക്, നല്ല വരി, നല്ല സോങ്. അതായത് അർമാൻ മാലിക്കിന്റെ നല്ല സൗണ്ട് നല്ല അടിപൊളി സൗണ്ട് കേട്ടോ. ആള് മലയാളത്തിൽ ആദ്യമായിട്ട് പാടുകയാണ്. അത് മലയാളം ആളെങ്ങനെ പ്രൊണൗൺസ് ചെയ്ത് എന്നുള്ളതൊക്കെ നമുക്ക് ഡൗട്ടാണ്. ഹിന്ദിയിൽ എഴുതി കൊടുത്ത് എന്നാലും ചെയ്യാന്ന് പറയുമ്പോഴേ ശ്രേയാ ഘോഷാൽ നന്നായി അതേപോലെ ഇപ്പൊ ഞാൻ പറയാൻ വരും, ശ്രേയാ ഘോഷാലും ഇതേപോലത്തെ ഭയങ്കര സംഭവം. അതായത് മലയാളത്തിലെ ഏറ്റവും കടുകട്ടിയുള്ള സോങ്ങുകൾ വരെ പാടി സിമ്പിളായിട്ട് പാടും. അതായത് ഇവർക്ക് ഇത് അറിയില്ല ഈ ഭാഷ, എന്നിട്ട് ഇവർ നന്നായി ചെയ്യാന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഇത് കാണുമ്പോഴും നമുക്ക് ഇതുപോലെ ഒരു രസം കിട്ടുന്നുണ്ട്. അത് ഭയങ്കര അതും ഇതിനകത്തും ഈ സോങ്ങിന്റെ സമയത്ത് ഈ ഫീൽ ഗുഡ് സാധനം കേട്ടോ വരുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അതായത് ഈ ക്യാരക്ടർ എപ്പോഴും ഒരു ഹോസ്പിറ്റലിനെ അതുപോലെ ഒരു ഡോക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ എപ്പോഴും നടക്കുന്നത്. അതെ, ഫാമിലി, പിന്നെ പ്രണയം, പിന്നെ ഈ ഒരു അസുഖം. എന്താണ് അസുഖം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതെ, ആ ഒരു അസുഖം. അപ്പോൾ ഇതാണ് മെയിൻ. ഇതിനകത്ത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയാം ഗെയിമിൽ ഇപ്പൊ ഓരോന്ന് വരുമ്പോഴും ഓരോ ഫീലാണ് നമുക്ക് കിട്ടുക. ഇതിനകത്ത് എല്ലാ ജോണറും ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെ. ഇപ്പൊ ഈ സോങ് കാണുമ്പോൾ പ്രണയം എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാ ഈ ട്രെയിലർ വന്നപ്പോ ഇതെല്ലാം ഉണ്ടായിരുന്നു ഓരോ സാധനത്തിലും. അങ്ങനെ ഇത് ശരിക്കും അവര് പറഞ്ഞോളൂ, ഇത് പല ജോണർ കൂടുന്ന സിനിമയാണെന്ന് അവര് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതെ, ഇപ്പൊ പറഞ്ഞ ഫാമിലിന്റെ ഇത് കാണിക്കുന്നുണ്ട്, ശരിക്കും അമ്മയും അച്ഛനെയും കാണിക്കുന്നുണ്ട്. അമ്മയായിട്ട് അവരുടെ പേര് മറന്നുപോയി, അച്ഛനായിട്ട് നമ്മുടെ ശ്യാം പ്രസാദാണ്. എന്നിട്ട് ഇതിലൊക്കെ ഉണ്ട് പ്രണയം സിനിമയിൽ ലാലേട്ടന്റെ ഒപ്പം അഭിനയിച്ചല്ലേ ജയപ്രദ. അല്ല, ഇത് നമ്മുടെ ചേട്ടനും മറ്റേ ഇഷ്ടം സിനിമയിലോ അഭിനയിച്ച പേര് ഞാൻ മറന്നു കേട്ടോ. വീട്ടിലല്ലേ, അപ്പൊ അവിടെ തെറ്റുപറ്റി. അല്ല, എനിക്ക് പറ്റിയിരുന്ന. അപ്പോൾ ആ ഒരു ഫാമിലി വൈബ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ട രണ്ട് താരങ്ങൾ DQയും കായാതും ഇവർ ഒരുമിക്കുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇഷ്ടമുള്ള രണ്ടുപേർ ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോഴേ എന്തൊക്കെയോ സ്ക്രീനിന് ഒരു വെളിച്ചം വന്നതുപോലെ ഒരു തെളിച്ചം ഫീൽ ചെയ്യും. അത് ആർക്കെല്ലാം ഫീൽ ചെയ്യും. അല്ലല്ല, പ്രകാശം കയാത് വന്നപ്പോ പിന്നെ ദുൽഖറും കൂടി ചേർന്ന് നിന്നപ്പോ രണ്ടും ഇഷ്ടപ്പെട്ട താരങ്ങൾ. അപ്പൊ ഒരു വെളിച്ചം സ്ക്രീനിൽ ഇങ്ങനെ തിളങ്ങ. അതെ, എന്താണെങ്കിലും ആ സോങ്ങിന്റെ ശരി ഭാഗമുണ്ട്, കാണാം. മൊത്തത്തിൽ എടുത്തോണ്ട് വരാൻ പറ്റൂലല്ലോ. അത് പിന്നെ സോങ് തീരല്ല, അതെ, കുറച്ച് ഡയലോഗുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു. ഇല്ലെങ്കിൽ തരുവേ. ഓക്കെ, കമന്ററി അടിച്ചോണ്ടിട്ടോ. വേഫ്ര ഫിലിംസ് പ്രസൻസ് എല്ലാം ശരിയാവുന്നു. ഒരു പേടിയും പേടിക്കണ്ട, എല്ലാം ശരിയാവും. നിന്റെ അസുഖമൊക്കെ മാറും, നീ ഭ്രാന്തനല്ല, നീ നല്ലൊരു സാധാരണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴൊക്കെ വേണ്ടിയിട്ടത് കമന്റ് അടിച്ചോളാൻ പറഞ്ഞത്. അവിടെ ഒന്നുമില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഓർത്ത്. ഇത് മാത്രം വീഡിയോ മാത്രമല്ല പോകുള്ളൂ. അതെ കൊണ്ടോ ഇപ്പോഴൊക്കെ ഭയങ്കര തെളിച്ചു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര തെളിച്ചു. അതാണ് അത് കയാതൂന് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ്. പിന്നെ കൊത്തിയെടുത്ത അതേപോലെ മറ്റൊരു നായികയുണ്ട്, തമന്ന. ഇതേപോലെ രണ്ടുപേര് കണ്ട നോക്ക്, എന്തൊരു വെണ്ണക്കല്ലിൽ ഒരു ശില്പം പണിതതുപോലെ. വിനയ് ഫോട്ടോ ഉണ്ടല്ലോ. വിനയ് ഫോട്ടോ ഇല്ലാതെ എന്ത് പരിപാടി.
നീ കണ്ടിരിക്കല്ലേ, ആസ്വദിക്കല്ലേ. ഞാൻ അതിന്റെ അടയിൽ കൂടി ഈ സീൻ കണ്ടോണ്ടിരിക്കുക. ലിറിക്കൽ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആൾക്ക് ഭയങ്കരമായ പ്രണയമാണ്. പക്ഷെ ട്രെയിലർ വെച്ച് നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ കയാത് പറഞ്ഞത് നീ എനിക്കൊരു രോഗി മാത്രമാണെന്നുള്ളതാണ്. അതാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. അതെ അതെ, ആ രീതിയിൽ. അതെ അതെ, കൂടെ നിന്ന് മാറ്റിയെടുക്കേണ്ട ഒരു ക്യാരക്ടറായിരിക്കും. അതെ, സൂപ്പർ. ഇതാണ് സോങ്. രണ്ടും ഓരോ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ വരാൻ പോകുന്ന സിനിമകളാണ്. അതെ അതെ. അല്ലേ, ഞാനിപ്പോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നമില്ല, നീ ഒരു സാധാരണക്കാരനാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പോയി. അതിനർത്ഥം അതായത് ഇങ്ങനെ അസുഖമുള്ളവർ സാധാരണക്കാരനല്ല എന്നുള്ളതല്ല. അങ്ങനെ അതായത് ഈ ക്യാരക്ടർ സാധാരണക്കാരനായിട്ടുള്ളൊരു ക്യാരക്ടർ അല്ല. അതെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഈ സിനിമയിലെ ഭാഗം മാത്രമാണ് പറയുന്നത്. അതെ അതെ. അല്ലാണ്ട് അതായത് ദുൽഖർ ചെയ്യുന്ന കഥാപാത്രം ഇതില് സാധാരണ ക്യാരക്ടർ അല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇരുവാന്തി കണ്ടറിയാം. അതെ, അത് പറഞ്ഞ് മനസ്സിലാക്കി ആളെ ജീവിതത്തിൽ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും രണ്ടും വെടിച്ചില്ല ഐറ്റംസ് ആവട്ടെ. അതെ അതെ, പോവല്ലേ, നല്ല സാധനമാണ് രണ്ടും. അതെ. അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ഈ രണ്ട് സിനിമകളും എങ്ങനെ കൊമ്പ് കോർക്കുന്നുള്ളത് കണ്ടറിയാം. നടുക്കൊരുത്തനും കൂടി വരാനുണ്ട്, അതിനിടയിലൊരു സാധനം വരാനുണ്ട്. ഒരുത്തനും കൂടി, ഒരുത്തനല്ല, എന്തായാലും വരട്ടെ. മൂന്ന് തകർക്കട്ടെ. അതെ അല്ലേ? ശരിക്കും മലയാളത്തിലെ ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടല്ലോ, അതില് എണ്ണം പറഞ്ഞ എല്ലാവരും ഈ 2 ദിവസത്തിൽ 3 സിനിമകളിലായിട്ട് വരുന്നുണ്ട്. അതൊരു സത്യം. ലാലേട്ടൻ, ദുൽഖർ, ടോവിനോ, പൃഥ്വിരാജ്, നിവിൻ പോളി. നമുക്ക് മാത്രമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാരും ഉണ്ട് കേട്ടോ. മിക്ക ആൾക്കാരുണ്ട്. എല്ലാരും ഒട്ടുമിക്ക ആൾക്കാരും പുറത്തു നിർത്താ അവിടുന്ന് സഞ്ജയ് ദത്ത്. അതെ അതെ അതെ, ശരിയാണ് കേട്ടോ, മീഡിയ താരങ്ങളാ. എന്താണെങ്കിലും ഓണം നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.